ഇന്നിന്റെ പുതിയ വീഡിയോ വന്നിട്ടുണ്ട്. തൊഴിലില്ലായ്മ എത്ര രൂക്ഷമാണ് നമ്മുടെ രാജ്യത്തെന്നും ഒരു തൊഴിലവസരം പോലും സൃഷ്ടിക്കാത്ത സർക്കാരിന്റെ കെടുകാര്യസ്ഥത, തൊഴിലില്ലായ്മയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിന് പിന്നിൽ എന്താണ്, തൊഴിലില്ലായ്മ പരിഹരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നതൊക്കെയാണ് വീഡിയോ. വളരെ ഇൻഫോർമേറ്റീവ് ആണ്. ഹിന്ദിയിൽ വീഡിയോ ചെയ്തിരുന്ന ധ്രുവ് മറ്റു 4 പ്രാദേശിക ഭാഷകളിൽ കൂടി ചാനലുകൾ തുടങ്ങി. മലയാളത്തിലും ഉടൻ തുടങ്ങുമായിരിക്കും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കുഞ്ഞു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ കുടുംബം 9 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എത്തിയിരിക്കുന്നു. വളരെ 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 നന്ദി. 1 മില്യൺ എന്നത് എന്റെയും വലിയ സ്വപ്നം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും വിചാരിച്ചാൽ വളരെ എളുപ്പത്തിൽ 1 മില്യൺ എത്തുമെന്ന് എനിക്ക് നിങ്ങൾക്കും അറിയാം. പ്ലീസ് സബ്സ്ക്രൈബ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. ധ്രുവിന്റെ വീഡിയോ തുടങ്ങുന്നത് ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി തൊഴിലില്ലായ്മയാണ്. 2024 ഇന്ത്യ എംപ്ലോയ്മെന്റ് റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ 1/3 യുവാക്കൾ തൊഴിൽ രഹിതരാണ്. അതിൽ തന്നെ ബിരുദമുള്ളവരിൽ തൊഴിലില്ലായ്മ നിരക്ക് 29.1%. ഇവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നതാണ്. നമ്മുടെ രാജ്യത്ത് 140 കോടി ജനങ്ങളുണ്ട്. ഈ മനുഷ്യർക്കെല്ലാം തന്നെ പയർ, അരി, മൈദ, പഞ്ചസാര, സോപ്പ്, എണ്ണ, ഷാംപൂ, ടീഷർട്ട്, ഷൂസ്, സ്കൂള്, ആശുപത്രി, സിനിമ, TV, സ്കൂട്ടർ, പത്രം തുടങ്ങിയ കൂടാതെ എത്ര ആവശ്യങ്ങളുണ്ട്. എത്ര വലിയൊരു മാർക്കറ്റാണിത്. വിദേശ കമ്പനികൾ ഇവിടെ നിന്ന് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ ലാഭം കൊയ്യുന്നു. ഈ കമ്പനികളിൽ ചിലത് നിറവും പഞ്ചസാരയും സോഡയും കൂട്ടിക്കലർന്ന ഒരു വെള്ളം മാത്രം വിൽക്കുന്നവരാണ്. നിങ്ങൾ പെപ്സി കമ്പനിയെ നോക്കൂ. ഏറ്റവും പുതിയ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ അവരുടെ വാർഷിക വരുമാനം 8,000 കോടി രൂപയാണ്. കൊക്കോകോളയുടെ വാർഷിക വരുമാനം 12,800 കോടി രൂപയിലധികമാണ്. എന്നാൽ 12,800 രൂപ പോലും ശമ്പളമുള്ള ഒരു ജോലി നമ്മുടെ രാജ്യത്തെ യുവാക്കൾക്ക് ലഭിക്കുന്നുമില്ല. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇന്ത്യ ഇപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അല്ല 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയിട്ടുണ്ട്. ഉടൻ തന്നെ നമ്മൾ 5 ട്രില്യൺ 5 ലക്ഷം കോടി ഡോളർ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്ന് പറയപ്പെടുന്നു. എന്നാൽ ഈ സമ്പദ് വ്യവസ്ഥയിൽ നിങ്ങൾക്ക് തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. നിങ്ങളുടെ തൊഴിലുകൾ ആരാണ് തട്ടിയെടുത്തത്? ആരാണ് നിങ്ങളുടെ ഉപജീവന മാർഗം ഇല്ലാതാക്കിയത്? ഇന്നത്തെ ഈ വീഡിയോയിൽ രൂക്ഷമായ തൊഴിലില്ലായ്മയെ കുറിച്ച് നമുക്ക് ആഴത്തിൽ പരിശോധിക്കാം. എന്താണ് അതിന്റെ അടിസ്ഥാന കാരണം? എന്താണ് അതിനുള്ള പരിഹാരം? സർക്കാരിന്റെ കാഴ്ചപ്പാടിൽ സർക്കാരിന് ഇതിനൊക്കെ വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് മാത്രമല്ല നമ്മൾ പരിശോധിക്കുന്നത്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് കൂടിയാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യം സർക്കാരിന്റെ കാര്യമെടുക്കാം. ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഗ്ദാനം ചെയ്തത്. ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ സുഹൃത്തുക്കളെ? എന്നാൽ നമ്മുടെ ചില മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് അദ്ദേഹം ഒരിക്കലും ഇത്തരത്തിലൊരു വാഗ്ദാനം നൽകിയിട്ടില്ല. ഞാൻ തമാശ പറഞ്ഞതൊന്നുമല്ല കേട്ടോ. ABP ന്യൂസ് ഇതിലൊരു ഫാക്ട് ചെക്ക് നടത്തുകയുണ്ടായി. അവർ കണ്ടെത്തിയത് കോൺഗ്രസ് തൊഴിൽ നൽകിയില്ല എന്ന് മാത്രമാണ് പ്രധാനമന്ത്രി പറഞ്ഞതെന്നും തങ്ങൾ തൊഴിൽ നൽകുമെന്ന് പ്രധാനമന്ത്രിയോ BJPയോ വാഗ്ദാനം ചെയ്തിട്ടില്ല എന്നുമാണ്. क्या बीजेपी चुनावी वायदे के तौर पर कहीं भी कभी भी देश को हर साल 2 करोड़ नौकरी देने का वायदा नहीं किया था? इसीलिए मोदी सरकार पर हर साल 2 करोड़ नौकरी न दे पाने का आरोप झूठा साबित हुआ है. എന്നാൽ ഇത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചാരണമാണെന്ന് ABP ന്യൂസ് ചാനലിന് പറയാൻ കഴിയുന്നില്ല. युवाओं को बेरोजगार रखने वालों जनता माफ नहीं करेगी. चलो हालात बदले, देश की सरकार बदले. സുഹൃത്തുക്കളെ, ഈ പരസ്യം കണ്ടോ? ഇത് ഹരിയാന BJPയുടെ പരസ്യമാണ്. पिताजी ने हमेशा पढ़ने को बढ़ावा दिया पर नौकरी ना मिली. विकास हो तो ही नौकरी निकले ना. अब जाग उठा है हरियाणा. എന്നാൽ ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇതേക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് സത്യത്തിൽ നല്ല സങ്കടമുണ്ട് സുഹൃത്തുക്കളെ. തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ അവർ ഹരിയാനയെ 1ാം സ്ഥാനത്ത് എത്തിച്ചിരിക്കുന്നു. 2022 ഡിസംബറിലെ CMI ഡാറ്റ പ്രകാരം ഹരിയാനയിലെ തൊഴിലില്ലായ്മ നിരക്ക് 37.4%. അതായത് രാജ്യത്തിലെ തന്നെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്ക് ഇപ്പോൾ ഹരിയാനയിലാണ്. എന്നാൽ ഇത് ഹരിയാനയുടെ മാത്രം കാര്യമല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലയിടത്തും പോയി ജോലി വാഗ്ദാനം ചെയ്തിരുന്നു നൽകാമെന്ന്. 8 वर्षम पഴക്കമുള്ള ഈ വീഡിയോ ക്ലിപ്പ് നോക്കൂ. हमने मेक इन इंडिया का अभियान चलाया है और नौजवान अपने ही इलाके में रोजगार कमाए
ताकि शाम को अपने माँ बाप के पास जाकर के बैठ सके। അദ്ദേഹം പറയുന്നത് ഞങ്ങൾ മേക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. രാജ്യത്തിലെ എല്ലാ യുവാക്കൾക്കും അവരവരുടെ പ്രദേശങ്ങളിൽ തന്നെ ഇനി ജോലി ലഭിക്കും. അതുകൊണ്ട് അവർക്ക് വൈകുന്നേരമാകുമ്പോഴേക്കും അവന്റെ വീട്ടിലേക്ക് പോയിട്ട് മാതാപിതാക്കൾക്കൊപ്പം സമയം ചെലവഴിക്കാൻ സാധിക്കുമെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി 1 ബില്യൺ തൊഴിലവസരങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന 7 വർഷം പഴക്കമുള്ള ഈ ക്ലിപ്പ് കൂടി ഒന്ന് കണ്ടു നോക്കൂ. Our aim is to create jobs for more than 1 billion young hands. അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ ലക്ഷ്യം 1 ബില്യണിലധികം യുവാക്കൾക്കായി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ്. നമ്മുടെ ഒറ്റ മുഖ്യധാരാ മാധ്യമങ്ങളും പ്രത്യേകിച്ച് ടെലിവിഷൻ ചാനലുകൾ ഒന്നുകിൽ തൊഴിലില്ലായ്മയെ കുറിച്ച് സംസാരിക്കുകയില്ല, അല്ലെങ്കിൽ അവർ അങ്ങനെ ചെയ്താൽ തന്നെ സർക്കാരിന്റെ പ്രതിച്ഛായ സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകും. ഉദാഹരണത്തിന് നിങ്ങൾ സുധീർ ചൗധരിയെ നോക്കൂ. 1 വർഷം മുമ്പാണ് അദ്ദേഹം ഇങ്ങനെയൊരു പ്രോഗ്രാം ചെയ്തത്. കൈക്കൂലി വാങ്ങാൻ വേണ്ടിയാണ് ജനങ്ങൾ സർക്കാർ ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ ജനങ്ങളെയാണ് സുധീർ ചൗധരി കുറ്റപ്പെടുത്തുന്നത്. सरकारी नौकरियों की चाहत के पीछे एक बड़ी वजह रिश्वत भी है। सरकारी नौकरी में अगर पैसा कम भी हो तब भी कई कर्मचारी रिश्वत लेकर अच्छा खासा पैसा कमा लेते हैं। और 2019 में हुए एक सर्वे में हर 2 में से 1 भारतीय ने ये माना कि उन्होंने अपना काम करवाने के लिए किसी न किसी सरकारी कर्मचारी को रिश्वत दी थी. സുധീർ ചൗധരി വീഡിയോയിൽ പറയുന്നു, കൈക്കൂലിയാണ് അവരുടെ മുൻഗണന. ആളുകൾ സർക്കാർ ജോലി ആഗ്രഹിക്കുന്നതിന്റെ ഒരു വലിയ കാരണം കൈക്കൂലിയാണ്. കുറഞ്ഞ ശമ്പളമുള്ള സർക്കാർ ജോലി ആണെങ്കിൽ പോലും കൈക്കൂലി വാങ്ങി സർക്കാർ ജീവനക്കാർ ധാരാളം പണമുണ്ടാക്കുന്നു. 2019 നടത്തിയ ഒരു സർവേയിൽ ഒരു 2 ഇന്ത്യക്കാരിൽ ഒരാൾ തങ്ങളുടെ കാര്യങ്ങൾ നടത്തിക്കിട്ടാൻ വേണ്ടി ഒരു സർക്കാർ ജീവനക്കാരനെങ്കിലും കൈക്കൂലി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നു എന്നാണ്. നമ്മുടെ സുധീർ ഭായ് പറയുന്നതിനനുസരിച്ച് മോദിയുടെ അഴിമതി രഹിത രാഷ്ട്രത്തിലെ മന്ത്രമായ ഞാൻ കൈക്കൂലി വാങ്ങില്ല, മറ്റാരെയും കൈക്കൂലി വാങ്ങാൻ അനുവദിക്കുകയില്ല എന്നതൊക്കെ വെറും നുണകളായിരുന്നു. मेरा तो मंत्र है, न खाऊंगा न खाने दूंगा. നമ്മുടെ യുവാക്കൾ വേണ്ടത്ര തൊഴിൽ വൈദഗ്ധ്യമുള്ളവരല്ല എന്നാണ് സുധീർ ചൗധരിയുടെ ആരോപണം. स्किल्ड ना होना भी एक बहुत बड़ी वजह है. എന്നാൽ ആരാണ് ഇക്കാര്യങ്ങൾക്ക് ഉത്തരവാദി? സുധീർ ഭായി, ഞങ്ങൾ ഇതിൽ നിന്ന് ഇങ്ങനെ ഊഹിച്ചു കൊള്ളട്ടെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്കിൽ ഇന്ത്യ വെറുതെ ഒരു നുണയായിരുന്നു എന്ന്. भारत में बहुत सारे लोग परीक्षा देकर, पैसा देकर, किसी नेता की सिफारिश लगाकर किसी भी तरह से सरकारी नौकरी पाना चाहते हैं. और इसकी सबसे बड़ी वजह यह है कि सरकारी नौकरियों में काम के घंटे बहुत ज्यादा नहीं होते, काम के घंटे तय होते हैं, छुट्टियां जी भर के मिलती हैं. സുധീർ ചൗധരി പറയുന്നത് ഇന്ത്യയിൽ പലരും പരീക്ഷകൾ എഴുതുന്നു, കൈക്കൂലി നൽകുന്നു, രാഷ്ട്രീയ ബന്ധങ്ങൾ ഉപയോഗിക്കുന്നു, സർക്കാർ ജോലി ലഭിക്കാൻ ഏതറ്റം വരെയും പോകുന്നു. ഇതിനുള്ള പ്രധാന കാരണം സർക്കാർ ജോലികളിൽ ജോലി സമയം കുറവാണ്, കൂടാതെ ധാരാളം അവധി ദിവസങ്ങൾ ലഭിക്കുന്നു എന്നാണ്. സുധീർ ചൗധരിയുടെ അഭിപ്രായത്തിൽ നിങ്ങൾ രാജ്യത്തെ യുവാക്കൾ മടിയന്മാരും ജോലി ചെയ്യാൻ ആഗ്രഹിക്കാത്തവരുമാണ്. സുഹൃത്തുക്കളെ, ഇതിന്റെ അടിസ്ഥാന യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മുടെ രാജ്യത്ത് എത്ര ജോലികൾ ആവശ്യമുണ്ട്, എത്ര തൊഴിലവസരങ്ങൾ ഉണ്ട് എന്നതാണ്. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ നിന്നും 2021-22 മുതലുള്ള ഒരു റിപ്പോർട്ട് എനിക്ക് ലഭിച്ചു. അതിൽ പറയുന്നതിനനുസരിച്ച് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ എൻറോൾമെന്റുകളുടെ എണ്ണം 2.85 കോടിയാണ്. അതായത് ഏകദേശം ഇത്രയും വിദ്യാർത്ഥികൾ എല്ലാ വർഷവും ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പഠിക്കാൻ വേണ്ടി ചേരുന്നുണ്ട്. എല്ലാ വർഷവും നമുക്ക് ഇത്രയധികം തൊഴിലുകൾ ആവശ്യമുണ്ടോ? യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികളെയും കൂടി പരിഗണിച്ചാണ് ഈ കണക്ക് പരിശോധിക്കേണ്ടത്. UDISCയുടെ റിപ്പോർട്ട് അനുസരിച്ച് 12.61 10ാം ക്ലാസ്സിന് ശേഷം സ്കൂളിൽ നിന്നും കൊഴിഞ്ഞു പോകുന്നവരുടെ നിരക്ക്. ഇതിനു മുമ്പ് അപ്പർ പ്രൈമറി തലത്തിൽ 3% കൊഴിഞ്ഞു പോക്ക്, പ്രൈമറി തലത്തിൽ 1.45% കൊഴിഞ്ഞു പോക്കും നിരക്കുണ്ട്. ഈ വർഷത്തെ റിപ്പോർട്ട് പരിശോധിച്ചാൽ 10ാം ക്ലാസ്സിൽ നിന്നുള്ള ഏകദേശം 36 ലക്ഷം വിദ്യാർത്ഥികൾക്ക് 11ാം ക്ലാസ്സിൽ എത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് 12ാം ക്ലാസ് ജയവും പരാജയവും ഈ കൊഴിഞ്ഞു പോക്കും പരിഗണിക്കുകയാണെങ്കിൽ മൊത്തം എണ്ണം ഏകദേശം 3.3 കോടി മുതൽ 3.4 കോടിക്കടുത്ത് വരും. ഈ 12ാം ക്ലാസ് വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും കോളേജുകളിൽ പഠിക്കാൻ തീരുമാനിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക. എന്നാൽ നമ്മുടെ കോളേജുകളിൽ അഥവാ രാജ്യത്തെ എല്ലാ കോളേജുകളും കൂടി പരിഗണിച്ചാൽ പോലും ഈ കോടിക്കണക്കിന് വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളാനാവത്രം സീറ്റുകളുണ്ടോ? ഇതിനുള്ള ഉത്തരം ഇല്ല എന്ന് തന്നെയാണ്. ആദ്യമായി നമുക്ക് മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെ കാര്യമെടുത്ത് വിശദമായിട്ട് പരിശോധിക്കാം. 2023 ജൂലൈയിൽ നമ്മുടെ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി പാർലമെന്റിൽ പറഞ്ഞത് എന്താണ്?
രാജ്യത്തുടനീളം 1,08,000 MBBS സീറ്റുകളുണ്ട്. ഇത് കൂടാതെ BDSലും കുറച്ച് സീറ്റുകളുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഈ റിപ്പോർട്ട് പ്രകാരം ആകെ സീറ്റുകളുടെ എണ്ണം MBBSും BDSും കൂടി കൂട്ടിയാൽ ഏകദേശം 1,40,000 ആണ് വരിക. എന്നാൽ 2023 നീറ്റ് UGക്കുള്ള ആകെ അപേക്ഷകരുടെ എണ്ണം 20 ലക്ഷത്തിലധികമായിരുന്നു. അതായത് 15 പേർക്ക് ഡോക്ടർ ആകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ ഒരേ ഒരാൾക്ക് മാത്രമാണ് മെഡിക്കൽ കോളേജ് സീറ്റ് ലഭിക്കുന്നത്. PG സീറ്റുകൾ ഇതിനേക്കാൾ വളരെ കുറവാണ്, വെറും 67,800 മാത്രം. ഇതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ സുഹൃത്തുക്കളെ? നമ്മുടെ രാജ്യത്ത് ഡോക്ടർമാരാകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ധാരാളം വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളുമുണ്ട്. നമ്മുടെ നാട്ടിൽ പലരും ഡോക്ടറായി ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഉയർന്ന ഡിമാൻഡാണ് ഈ കോഴ്സിനുള്ളത്. എന്നാൽ നമ്മുടെ രാജ്യത്ത് ഡോക്ടർമാർക്ക് കടുത്ത ക്ഷാമമാണ്. പക്ഷെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സർക്കാർ ഇന്ത്യയിൽ മതിയായ വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിച്ചിട്ടില്ല. നമുക്ക് ആവശ്യത്തിനുള്ള കോളേജുകളും സർവകലാശാലകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നമ്മുടെ നാട്ടിലില്ല. ഈ പ്രശ്നത്തിനൊരു മറുവശം കൂടിയുണ്ട്. നമ്മുടെ രാജ്യത്തെ മൊത്തം മെഡിക്കൽ സീറ്റുകളുടെ പകുതിയും സർക്കാർ മെഡിക്കൽ കോളേജുകളിലാണെങ്കിൽ ബാക്കി പകുതി എന്ന് പറയുന്നത് സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലാണ്. കൂടാതെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെ ഫീസ് വളരെ 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 ഉയർന്നതാണ്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഈ റിപ്പോർട്ട് പ്രകാരം മുംബൈയിലെ DY പാട്ടീൽ മെഡിക്കൽ കോളേജ് ഏറ്റവും ചെലവേറിയ MBBS ബിരുദം വാഗ്ദാനം ചെയ്യുന്ന കോളേജാണ്. 1.4 കോടി രൂപ. 2022 ഡിസംബറിൽ വിദ്യാഭ്യാസ സഹമന്ത്രി പാർലമെന്റിൽ വിവരങ്ങൾ അവതരിപ്പിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഇന്ത്യയിലെ ഏതെങ്കിലും സ്വകാര്യ മെഡിക്കൽ കോളേജിലെ ശരാശരി ഫീസ് പ്രതിവർഷം 11.5 ലക്ഷമായി നിജപ്പെടുത്തി എന്നതാണ്. അതായത് മെഡിക്കൽ ബിരുദം നേടുമ്പോൾ മൊത്തം അടയ്ക്കേണ്ട ഫീസ് 60 ലക്ഷം രൂപയ്ക്ക് അടുത്തു വരും. ഡീംഡ് സർവകലാശാലകളുടെ ശരാശരി ഫീസ് ഇതിലും വളരെ കൂടുതലാണ്. പ്രതിവർഷം ഏകദേശം 20.1 ലക്ഷം. അതായത് മൊത്തം അടയ്ക്കേണ്ട ഫീസ് 1 കോടി രൂപയിലും അധികം. നമ്മുടെ നാട്ടിൽ എത്ര കുടുംബങ്ങൾക്ക് ഇത് താങ്ങാൻ പറ്റും? 2022 ഇന്ത്യയിലെ അസമത്വത്തിന്റെ അവസ്ഥ അനുസരിച്ച് 90% ഇന്ത്യക്കാരും പ്രതിമാസം 25,000 രൂപയിൽ താഴെ വരുമാനമുള്ളവരാണ്. അതായത് 90% ഇന്ത്യക്കാർക്കും ഈ കോളേജ് ഫീസ് താങ്ങാൻ കഴിയില്ല. അപ്പോൾ ഈ വാർത്ത കേൾക്കുമ്പോൾ ചില ചാനൽ പ്രവർത്തകർ, മാധ്യമ പ്രവർത്തകർ ഒരു വാദം ഉന്നയിച്ചേക്കാം. എന്തുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ഡോക്ടറാകാൻ ആഗ്രഹിക്കുന്നതെന്ന്. അതുകൊണ്ട് നമുക്കിനി എഞ്ചിനീയർമാരെ കുറിച്ച് കൂടി സംസാരിക്കാം. 2022 ഡിസംബറിൽ നമ്മുടെ വിദ്യാഭ്യാസ സഹമന്ത്രി രാജ്യസഭയിൽ പറഞ്ഞത് ഇന്ത്യൻ ജനസംഖ്യ വർദ്ധിക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ 5 വർഷമായി എഞ്ചിനീയറിംഗ് കോളേജുകളിലെ ആകെ സീറ്റുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് എന്നാണ്. 2017-2018 14.65 ലക്ഷം സീറ്റുകൾ 2021-22 ആയപ്പോഴേക്കും 12.53 ലക്ഷം സീറ്റുകളായി. എന്നാൽ ഇതിനൊരു മറുവശം കൂടിയുണ്ട്. 2017-18 പകുതിയിലധികം സീറ്റുകളും ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. 2018-19 48.6% സീറ്റുകൾ ഒഴിഞ്ഞു കിടന്നു. 2021-22 പോലും ഏകദേശം 33% സീറ്റുകൾ ഒഴിഞ്ഞു കിടന്നു. അതായത് 4.21 ലക്ഷം സീറ്റുകൾ ഒഴിഞ്ഞു കിടന്നു. ഇവിടെ ഒഴിഞ്ഞ സീറ്റുകൾക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. നമ്മുടെ രാജ്യത്തെ കോടിക്കണക്കിന് ആളുകൾ എഞ്ചിനീയർമാരാകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എന്നിട്ടും എഞ്ചിനീയറിംഗ് കോളേജുകളിൽ എന്തുകൊണ്ടാണ് ഇത്രയധികം സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നത്? ഇതിന് പ്രധാനമായിട്ടും 4 കാരണങ്ങളാണുള്ളത്. ഒന്നാമതായിട്ട് ഉയർന്ന ഫീസ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി IIT ഉൾപ്പെടെയുള്ള കോളേജുകളിലെ ഫീസ് വർദ്ധിപ്പിച്ചു. 2016 ഈ വാർത്ത നോക്കൂ. IITകളിൽ ഫീസ് ഏതാണ്ട് ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഫീസ് 90,000 രൂപയിൽ നിന്ന് 2 ലക്ഷം രൂപയായി ഉയർത്തി. അതായത് 4 വർഷത്തെ ബിടെക് ബിരുദത്തിന് നിങ്ങൾ 8 ലക്ഷം രൂപയിൽ അധികമായി നൽകേണ്ടി വരും. സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഇത് 20 ലക്ഷം രൂപ വരെ ഫീസ് നൽകണം. രണ്ടാമത്തെ കാരണം, നിങ്ങൾ എത്ര ഫീസ് തന്നെ അടച്ചാലും വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മിക്ക എഞ്ചിനീയറിംഗ് കോളേജുകളിലും വളരെ മോശമാണ്. ഒട്ടുമിക്ക സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകളിലെയും അധ്യാപകർ നിലവാരമില്ലാത്തവരാണ്. ഒന്നുകിൽ വളരെ തുച്ഛമായ ശമ്പളം ലഭിക്കുന്നവരാണ്, അല്ലെങ്കിൽ അവർക്ക് ഒട്ടും യോഗ്യതയില്ലാത്തവരാണ്. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ 2023 ജൂൺ മുതലുള്ള ഈ ഡാറ്റ നിങ്ങളൊന്ന് നോക്കുക. നമ്മുടെ രാജ്യത്തുടനീളമുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിലെ അധ്യാപകർ 44.51% മാത്രമാണ് PhD ഉള്ളവർ. 55.49% പേർക്ക് ബിരുദാനന്തര ബിരുദം. ഇത് എങ്ങനെയാണ് അനുവദിക്കാൻ കഴിയുക? മൂന്നാമത്തെ കാരണം, മിക്ക എഞ്ചിനീയറിംഗ് കോളേജുകളിലും അധ്യാപകരുടെ കുറവുണ്ട്. 2022 ഡിസംബർ മുതലുള്ള ഈ റിപ്പോർട്ട് നിങ്ങൾ നോക്കുക. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ലോക്സഭയിൽ പറഞ്ഞതനുസരിച്ച് നമ്മുടെ അഭിമാനകരമായ IITകളിൽ തന്നെ 4,500 അധ്യാപക തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുന്നു. 2021-22 അധ്യയന വർഷത്തിൽ മൊത്തം 40.3%
അധ്യാപക തസ്തികകൾ ഒഴിഞ്ഞുകിടന്നു. IIT-കളിൽ തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ രാജ്യത്തെ മറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകൾ എങ്ങനെയായിരിക്കുമെന്ന് പറയാനുണ്ടോ? നാലാമത്തെ കാരണം മിക്ക കോളേജുകളിലെയും അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മയെ കുറിച്ചാണ് 2019 AICTE സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ 40,000 സീറ്റുകൾ കുറയ്ക്കാൻ തീരുമാനിച്ചു. എന്തുകൊണ്ടായിരുന്നു അത്? കാരണം അവർക്ക് ശരിയായ യോഗ്യതയുള്ള അധ്യാപകരോ ശരിയായ അടിസ്ഥാന സൗകര്യ വികസനമോ ഈ കോളേജുകളിൽ ഇല്ലായിരുന്നു. 2022 അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു പരിശോധനയിൽ തമിഴ്നാട്ടിൽ തന്നെ 50% എഞ്ചിനീയറിംഗ് കോളേജുകളിൽ മതിയായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല എന്നാണ് കണ്ടെത്തിയത്. കഴിഞ്ഞ വർഷം തമിഴ്നാട്ടിലെ 37 എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഒരു വിദ്യാർത്ഥിയെ പോലും പ്രവേശിപ്പിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിലെ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ അവസ്ഥ ഇത്രയും പരിതാപകരമാണെങ്കിൽ നമ്മുടെ എഞ്ചിനീയറിംഗ് ബിരുദധാരികളിൽ ഭൂരിഭാഗവും ആ തൊഴിലിന് യോഗ്യരല്ല എന്നതിൽ അതിശയിക്കാൻ ഒന്നും തന്നെയില്ല. 2019 ഒരു എംപ്ലോയബിലിറ്റി അസസ്മെന്റ് കമ്പനിയായ ആസ്പയറിംഗ് മൈൻഡ്സ് ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിൽ ഇന്ത്യയിലെ എഞ്ചിനീയറിംഗ് ബിരുദധാരികളിൽ 60% ഒരു ഇന്റേൺഷിപ്പ് പോലും ചെയ്യാത്തവരാണെന്നാണ്. ഇതിൽ പറയുന്ന കണക്കനുസരിച്ച് എഞ്ചിനീയർമാരിൽ ഏകദേശം 3% മാത്രമാണ് പുതിയ കാലത്തെ സാങ്കേതിക വിദ്യകളിൽ പ്രാവീണ്യമുള്ളവർ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഡാറ്റ സയൻസ്, മൊബൈൽ ഡെവലപ്മെന്റ് എന്നീ മേഖലകളിൽ അത് കാരണം തന്നെ ഇന്ത്യയിലെ 80% എഞ്ചിനീയർമാരും തൊഴിലെടുക്കാൻ യോഗ്യരല്ല എന്ന്. അല്ലാതെ അവർ മടിയന്മാരോ പഠിത്തത്തിൽ മികവില്ലാത്തവരോ ആയതുകൊണ്ടല്ല ഇത് സംഭവിക്കുന്നത്. മറിച്ച് രാജ്യത്തെ നല്ല എഞ്ചിനീയറിംഗ് കോളേജുകളുടെ കുറവ് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ യോഗ്യതയുള്ള അധ്യാപകരുടെയും ശരിയായ അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെയും കുറവ് കൊണ്ടുകൂടിയാണ്. ഇപ്പൊ ചിലർ ചോദിച്ചുകൊണ്ട് വരും, എന്തുകൊണ്ടാണ് ഞാൻ എഞ്ചിനീയറിംഗിൽ തന്നെ ഇങ്ങനെ കയറി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്? വിദ്യാർത്ഥികൾക്ക് മറ്റെന്തെല്ലാം കോഴ്സുകളിൽ പഠിക്കാൻ പറ്റും, മറ്റെന്തെല്ലാം സാധ്യതകൾ അവർക്ക് മുന്നിലുണ്ട്, അവർക്ക് ITI-യിലൊക്കെ പോയി പഠിച്ചുകൂടെ എന്ന്. ITI എന്നാൽ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ അവർക്ക് ഏതെങ്കിലും ഒരു തൊഴിലിൽ വൈദഗ്ധ്യം നേടാൻ കഴിയുന്നതുമാണ്. ഇതൊരു മികച്ച ഓപ്ഷനുമാണ്. എന്നാൽ അവിടെ എത്ര സീറ്റുകളാണുള്ളത്? 2022 ഡിസംബറിൽ നമ്മുടെ രാജ്യത്തിന്റെ മന്ത്രി രാജീവ് ചന്ദ്രശേഖർ ലോക്സഭയിൽ പറഞ്ഞത് ഏകദേശം 15,000 ITI-കൾ ഉണ്ടെന്നാണ്. അവിടെ മൊത്തം സീറ്റിംഗ് കപ്പാസിറ്റി ഏകദേശം 25 ലക്ഷം ഉണ്ടെന്നും, മെഡിക്കലിന് 1.5 ലക്ഷം, എഞ്ചിനീയറിംഗിന് 12.5 ലക്ഷം, ITI-ക്ക് 25 ലക്ഷം. ഈ സീറ്റുകളെല്ലാം കൂട്ടിയാൽ 50 ലക്ഷം പോലും ആകുന്നില്ല. എന്നാൽ വീഡിയോയിൽ ഞാൻ നേരത്തെ തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ മൊത്തം യോഗ്യരായ വിദ്യാർത്ഥികളുടെ എണ്ണം 3 കോടിയിലധികമാണ്. ബാക്കിയുള്ള കോടിക്കണക്കിന് വിദ്യാർത്ഥികൾ എവിടെ പോയിട്ട് ഏത് കോഴ്സിന് പഠിക്കുമെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ ITI-കളെ കുറിച്ചൊന്ന് വിശദമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഈ 25 ലക്ഷം സീറ്റുകളിൽ എഞ്ചിനീയറിംഗിന് പോലെ തന്നെ ഏകദേശം 50% സീറ്റുകൾ ITI-കളിലും ഒഴിഞ്ഞു കിടക്കുന്നു. കൂടാതെ ITI-യിൽ നിന്ന് ബിരുദം നേടിയ ശേഷം എഞ്ചിനീയറിംഗ് കോളേജുകളിലെ പോലെ തന്നെ ജോലിക്ക് യാതൊരു ഉറപ്പുമില്ല. ബിരുദധാരികളിൽ ഭൂരിഭാഗവും തൊഴിൽ യോഗ്യത ഇല്ലാത്തവരുമാണ്. ഇനി നിങ്ങൾ ഇങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്കൂ. ലഭ്യമായ എല്ലാ സീറ്റുകളും പഠിക്കാൻ ആളുണ്ട്. ആ സീറ്റുകളിൽ ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകാൻ നമുക്ക് സാധിക്കുന്നു. എല്ലാ ബിരുദധാരികൾക്കും നല്ല കഴിവുണ്ട്. അങ്ങനെയെങ്കിൽ അവർക്ക് ജോലി കിട്ടുമോ? സത്യം പറഞ്ഞ അതിന്റെ ഉത്തരവും ഇല്ല എന്ന് തന്നെയാണ്. കാരണം 2023 ജൂലൈയിലെ CMIE ഡാറ്റ അനുസരിച്ച് ഇന്ത്യയിലെ നിർമ്മാണ മേഖലയിൽ 2016 5.1 കോടി തൊഴിലവസരങ്ങൾ ഉണ്ടായിരുന്നു. 2023 ആയപ്പോഴേക്ക് 3.6 കോടിയായി കുറഞ്ഞു. നിങ്ങൾ കേട്ടത് ശരിയാണ്. നിർമ്മാണ മേഖലയിലെ തൊഴിലവസരങ്ങൾ 30% കുറഞ്ഞു. അതിലുപരി ജോലിയുള്ളവരിൽ തന്നെ തൊഴിൽ സുരക്ഷിതത്വമില്ല. 2020 മെയ് മുതലുള്ള ഈ റിപ്പോർട്ടുകളിലൂടെ ഒന്ന് നോക്കൂ. ഈ CMIയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഏപ്രിലിൽ കൊറോണ വന്ന് ലോക്ക്ഡൌൺ വന്നതിന് ശേഷം 12.2 കോടി ഇന്ത്യക്കാർക്കാണ് തൊഴിൽ നഷ്ടപ്പെട്ടത്. കൂടാതെ 2021 ജൂണിൽ കോവിഡിന്റെ 2ാം തരംഗം അടിച്ചപ്പോൾ 1 കോടിയിലേറെ ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. 97% കുടുംബങ്ങളിലെയും വരുമാനം കുറഞ്ഞു. ഞാൻ എന്തിനാണ് ഇപ്പോൾ കോവിഡിനെ കുറിച്ച് സംസാരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുമായിരിക്കും. അതുകൊണ്ട് കോവിഡിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ പോവുകയാണ്. 2023 മെയ് മാസത്തിൽ ഇന്ത്യൻ സ്റ്റാഫിംഗ് ഫെഡറേഷൻ കണക്കനുസരിച്ച് ഇന്ത്യയിലെ IT മേഖലയിലെ മാർച്ച് ക്വാർട്ടറിൽ 6% കരാർ തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെട്ടു. 2023 ജൂണിൽ 11,000-ലധികം ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ജീവനക്കാരെ പിരിച്ചുവിട്ടു. എന്നാൽ 2023 ഓഗസ്റ്റിൽ ഒരു പിരിച്ചുവിടൽ സുനാമി തന്നെ സംഭവിച്ചു. ടെക് കമ്പനികൾ 2 ലക്ഷത്തിലധികം ജീവനക്കാരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. എഞ്ചിനീയറിംഗ് കോളേജുകൾ ആശങ്കയിലാണ്. കാരണം TCS, കോഗ്നിസന്റ്, വിപ്രോ തുടങ്ങിയ കമ്പനികൾ ഇതുവരെ ക്യാമ്പസ് സെലക്ഷൻ പുനരാരംഭിച്ചിട്ടേയില്ല. 2023 ഒക്ടോബറിൽ മികച്ച 5 IT കമ്പനികളിൽ
4 നിയമന സംഖ്യകൾ നെഗറ്റീവ് ആയിരുന്നു. ഇൻഫോസിസ്, വിപ്രോ, HCL, ടെക് മഹീന്ദ്ര എന്നിവയുടെ നിയമനം നെഗറ്റീവ് ആയിരുന്നു. TCSന്റെ നിയമന സംഖ്യ മാത്രമാണ് പോസിറ്റീവ്, 523 ജീവനക്കാർ. എന്താണ് ഈ നാട്ടിൽ സംഭവിക്കുന്നത്? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ GDP വളർച്ചാ നിരക്ക് നെഗറ്റീവ് അല്ല. ഈ കമ്പനികളും നഷ്ടത്തിലേക്ക് പോകുന്നേയില്ല. TCSന്റെ ലാഭം നോക്കിയാൽ അവരുടെ വാർഷിക ലാഭ വളർച്ച 9%. 11,300 കോടിയായിരുന്നു അവരുടെ ലാഭം. ഇൻഫോസിസിന്റെ നികുതി അടയ്ക്കുന്നതിന് മുമ്പുള്ള ഒരു ക്വാർട്ടറിലെ ലാഭം പരിശോധിച്ചാൽ 8,500 കോടിയാണ് ഇവരുടെ ലാഭം. ഈ കമ്പനികൾ ഓരോ ക്വാർട്ടറിലും ലാഭം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ ആളുകൾക്ക് കൊടുക്കാൻ ഇവരുടെ കയ്യിൽ തൊഴിലില്ല. അവിടെയുള്ള ജീവനക്കാരെ ഓവർ ടൈം പണിയെടുപ്പിക്കുകയാണ് മിക്ക കമ്പനികളും ചെയ്യുന്നത്. പകുതിയിലധികം ജീവനക്കാർ അമിത ജോലി ഭാരത്താലുള്ള തളർച്ചയുടെ വക്കിലാണ്. 2023 മെക്കിൻസി ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ സർവേ പ്രകാരം ജോലി സ്ഥലത്ത് ജീവനക്കാർക്ക് അമിത ജോലി ഭാരം കാരണം ഉണ്ടാകുന്ന തളർച്ചയുടെ കാര്യത്തിൽ ഇന്ത്യയാണ് മുന്നിൽ നിൽക്കുന്നത്. ഇന്ത്യൻ ജീവനക്കാരിൽ 62% ജോലി സ്ഥലത്തെ അമിത ക്ഷീണം റിപ്പോർട്ട് ചെയ്യുന്നു. 61%വുമായി ജപ്പാനാണ് 2ാം സ്ഥാനത്ത്. ഇത് അത്തരത്തിലുള്ള ആദ്യത്തെ റിപ്പോർട്ടല്ല. ഇതിനു മുമ്പ് ഇതുപോലെ പല റിപ്പോർട്ടുകളും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. 2023 സെപ്റ്റംബറിൽ ഏഷ്യൻ മാനസികാരോഗ്യ സൂചിക റിപ്പോർട്ട് പ്രകാരം പകുതിയിലധികം ഇന്ത്യൻ ജീവനക്കാരും ജോലിയിൽ നിന്നുള്ള അമിത ക്ഷീണത്താൽ കഷ്ടപ്പെടുന്നവരാണ്. 2021 ഫെബ്രുവരിയിലെ ILO റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യൻ തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ സമയം ജോലി ചെയ്യുന്നതും ഏറ്റവും കുറഞ്ഞ വരുമാനം നേടുന്നവരും. നമ്മുടെ എല്ലാ കമ്പനികളും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ രാജ്യത്തെ മിക്ക കമ്പനികളിലും ഈ പ്രവണതയാണ് കണ്ടുവരുന്നത്. അവർ പുതിയ ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, നിലവിലുള്ള ജീവനക്കാരെ അമിതമായി ജോലി ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. പുതിയ ജീവനക്കാരെ ജോലിക്ക് എടുക്കാതിരിക്കുക, ശമ്പളം കൂടുതൽ കൊടുക്കേണ്ടി വരില്ലേ പുതിയവരെ എടുത്താൽ, പകരം പഴയ ജീവനക്കാരെ കൂടുതൽ പണി ചെയ്യിപ്പിച്ച് അവരുടെ എണ്ണ ഊറ്റിയെടുക്കുക എന്ന തന്ത്രം. പഴയ ജീവനക്കാർക്ക് ജോലി ഭാരം കുറവുള്ളതായി തോന്നിയാൽ ചെലവ് ചുരുക്കൽ, കാര്യക്ഷമത എന്നീ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് കുറച്ചുകൂടി ജീവനക്കാരെ പിരിച്ചുവിടൽ. ആമസോണിന്റെ 2023 ആദ്യത്തെ 3 മാസങ്ങളിൽ ആമസോൺ ആഗോളതലത്തിൽ 27,000-ലധികം ജീവനക്കാരെ പിരിച്ചുവിട്ടു. മെറ്റ 2022 നവംബർ മുതൽ മെറ്റ 21,000 ജീവനക്കാരെ പിരിച്ചുവിട്ടു. ട്വിറ്റർ 2022 ഡിസംബർ മുതലുള്ള റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ 80 ട്വിറ്റർ ജീവനക്കാർ മാത്രമാണ്. അവരുടെ എഞ്ചിനീയർമാരുടെ ട്വിറ്റർ കൂടുതൽ സമയം ജോലി ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ഇവിടെ നിങ്ങൾക്ക് വ്യക്തമായൊരു പാറ്റേൺ കാണാൻ സാധിക്കും. ഒരു കമ്പനിക്കും ഒരു പരിധിക്കപ്പുറം വളരുമ്പോൾ ആ കമ്പനിയിലെ തൊഴിൽ വളർച്ചാ നിരക്ക് താഴേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. മുമ്പത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം കാണിച്ചു തന്നിരുന്നു. അദാനി ഗ്രൂപ്പിന്റെ അവരുടെ വിപണിയിലെ മൂലധനം 11 ലക്ഷം കോടി രൂപയാണ്. ഇതൊരു വലിയ സംഖ്യയുമാണ്. എന്നാൽ ഈ കമ്പനിയിൽ ആകെ എത്ര ജീവനക്കാരുണ്ടെന്ന് അറിയാമോ? അവരുടെ വെബ്സൈറ്റിലെ കണക്കനുസരിച്ച് 43,000 ജീവനക്കാർ മാത്രമാണ് അവർക്കുള്ളത്. കൊക്കോകോളയുടെ ഉദാഹരണം നോക്കൂ. 2012 ഡിസംബറിൽ കൊക്കോകോള US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷനോട് പറഞ്ഞത് അവരുടെ കമ്പനിക്ക് 1,50,900 ജീവനക്കാരുണ്ടെന്നാണ്. 10 വർഷത്തിന് ശേഷം 2022 ഡിസംബറിൽ കൊക്കോകോള പറഞ്ഞതനുസരിച്ച് 82,000 ജീവനക്കാർ മാത്രമേ അവിടെ അവശേഷിക്കുന്നുണ്ടായിരുന്നുള്ളൂ. 10 വർഷത്തിനിടെ ജീവനക്കാരുടെ എണ്ണം ഏകദേശം പകുതിയായി കുറഞ്ഞെങ്കിലും കമ്പനിയുടെ ലാഭം 100 കണക്കിന് ബില്യൺ ഡോളറുകളായിട്ട് വർദ്ധിക്കുകയാണ് ചെയ്തത്. ട്വിറ്ററിന്റെ വിപണിയിലെ മൂലധനം 41 ബില്യൺ ഡോളറുകളാണ്. അതായത് 3.4 ലക്ഷം കോടി രൂപ. ഈ കമ്പനിയിൽ എത്ര പേർ ജോലി ചെയ്യുന്നു? 1,500 പേർ മാത്രം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നായ ITCയുടെ ഉടമസ്ഥതയിൽ 25-ലധികം ബ്രാൻഡുകളുണ്ട്. സൺഫീസ്റ്റ് ബിസ്ക്കറ്റ്, ആശീർവാദ് ആട്ട, ബിങ്കോ മാഡ് ആംഗിൾസ്, ITC മൗര്യ പോലുള്ള ഹോട്ടലുകൾ, 10-ലധികം സിഗരറ്റ് ബ്രാൻഡുകൾ, ക്ലാസ്മേറ്റ്സ് സ്റ്റേഷനറി തുടങ്ങിയവയെല്ലാം ഈ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള പ്രോഡക്റ്റുകളാണ്. 5.4 ലക്ഷം കോടി രൂപയാണ് ഇവരുടെ വിപണിയിലെ മൂലധനം. എന്നാൽ അവർക്ക് ആകെ എത്ര ജീവനക്കാരുണ്ടെന്ന് അറിയാമോ? 23,000 മാത്രം. FMCG മേഖലയിലെ മറ്റൊരു പ്രശസ്തമായ പേരാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ. 50-ലധികം FMCG ബ്രാൻഡുകൾ തന്നെ ഇവർക്കുണ്ട്. പെപ്സോഡന്റ് ഉണ്ട്, ക്ലോസപ്പ്, ലൈഫ് ബോയ്, ഡവ്, പിയേഴ്സ് സോപ്പ്, ക്വാളിറ്റി വാൾസ്, ഹോർലിക്സ്, റെഡ് ലേബൽ, ബ്രൂ കോഫി, സർഫ് എക്സൽ, നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാം അതിലുണ്ട്. അവരുടെ വിപണി മൂലധനം 5.9 ലക്ഷം കോടി രൂപയാണ്. അവരുടെ വാർഷിക വിറ്റുവരവ് തന്നെ 58,000 കോടി രൂപയാണ്. എന്നാൽ അവർക്ക് ആകെ 21,000 ജീവനക്കാർ മാത്രമാണുള്ളത്. അതുകൊണ്ട് ഇവിടെ ഒരു കാര്യം നമുക്ക് വീണ്ടും വ്യക്തമാവുകയാണ്. ഈ സ്വകാര്യ ജോലികൾ, എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ MBA കഴിഞ്ഞ് നിങ്ങൾക്ക് ലഭിക്കുന്ന ജോലികൾ, കോർപ്പറേറ്റ് വൈറ്റ് കോളർ ജോലികൾ എന്ന് പറയുന്നത് വളരെ പരിമിതമായ എണ്ണം മാത്രമാണ്. കഴിവില്ലായ്മ കൊണ്ട് മാത്രം
ആളുകൾക്ക് ജോലി ലഭിക്കാത്തതുപോലെ അല്ല ഇക്കാര്യം. ധാരാളം തൊഴിൽ വൈദഗ്ധ്യമുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. തൊഴിലില്ലായ്മ തന്നെയാണ് പ്രധാന പ്രശ്നം. 2023 ഫെബ്രുവരിയിൽ ഒരു പൊതുചടങ്ങിൽ RSS മേധാവി മോഹൻ ഭാഗവത് പറഞ്ഞത് എല്ലാവരും തൊഴിലിനായുള്ള ഓട്ടപ്പാച്ചിലാണ്. ജോലികളിൽ ഏകദേശം 10% മാത്രമാണ് സർക്കാർ ജോലികൾ, മറ്റു ജോലികൾ ഏകദേശം 20%, കൂടാതെ ലോകത്ത് ഒരിടത്തും ഒരു സമൂഹത്തിലും 30%-ലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനേ ആവില്ല എന്നാണ് സുധീർ ചൗധരിയോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. ഒരു തട്ടുകടയുള്ളതും ഒരു തൊഴിൽ തന്നെയാണെന്നാണ്. अगर आपके GTV स्टूडियो के बाहर कोई पकौड़े बेचता है और शाम को 200 रुपया कमा करके घर जाता है, उस व्यक्ति को आप रोजगार मानोगे कि नहीं मानोगे? ഇനി മുതൽ സുധീർ ചൗധരി ഒരു പുതിയ ഷോയൊക്കെ തുടങ്ങാൻ സാധ്യതയുണ്ടെന്ന് ധ്രുവ് പരിഹസിക്കുന്നു. എന്തുകൊണ്ടാണ് എല്ലാവരും സർക്കാർ ജോലി അല്ലെങ്കിൽ സ്വകാര്യ ജോലി ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആരും സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാത്തത് എന്ന പേരിലൊക്കെ പ്രോഗ്രാം തുടങ്ങുന്നതാണ് പരിഹാസം. ഈ ഒഴിവ് കഴിവുകൾ നിങ്ങൾ വിശ്വസിക്കരുത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് സർക്കാർ തൊഴിൽ വാഗ്ദാനം ജനങ്ങൾക്ക് നൽകുന്നത്? തൊഴിൽ നൽകാനുള്ള കഴിവ് സർക്കാരിനില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവർ അത് വാഗ്ദാനം ചെയ്യുന്നത്? ഗാന്ധിയുടെ ചർക്കയെ പലപ്പോഴും മനുഷ്യർ കളിയാക്കാറുണ്ട്. എന്നാൽ നമ്മൾ തൊഴിലിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങുന്ന ഈ സമയത്ത് ഗാന്ധിജിയുടെ ഈ ചർക്ക പല വൻകിട കമ്പനികളെക്കാൾ കൂടുതൽ തൊഴിലവസരങ്ങൾ ജനങ്ങൾക്ക് സൃഷ്ടിച്ചു കൊടുക്കുന്നതാണ്. IMR ഗ്രൂപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം 2022 ഇന്ത്യൻ കരകൗശല വിപണിയുടെ വലിപ്പം $3.9 ബില്യൺ ആയിരുന്നു. ദുബൈയിലാണെങ്കിൽ ഏകദേശം 32,000 കോടി രൂപ. കൂടാതെ ഇവിടെ എത്ര പേർ ജോലി ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ? ഏകദേശം 69 ലക്ഷം ആളുകൾ. ഹിന്ദുസ്ഥാൻ യൂണിലിവറുമായി ഇതിനെ ഒന്ന് താരതമ്യം ചെയ്യാം നമുക്ക്. അവരുടെ വിറ്റുവിരവ് 58,000 കോടിയും തൊഴിലാളികളുടെ എണ്ണം 21,000-വുമാണ്. കരകൗശല വിപണിയുടെ വലിപ്പം 32,000 കോടിയും തൊഴിലാളികളുടെ എണ്ണം 69 ലക്ഷവുമാണ്. ഏകദേശം 650 മടങ്ങ് കൂടുതൽ തൊഴിലുണ്ട്. നീതി ആയോഗിന്റെ റിപ്പോർട്ടുകളും ഇതേ കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നമ്മുടെ ദേശീയ ഉൽപ്പന്നങ്ങളിൽ അനൗപചാരിക മേഖലയുടെ സംഭാവന 50% മാത്രമാണെങ്കിലും 90% തൊഴിലാളികളും ഇവിടെ ജോലി ചെയ്യുന്നവരാണ്. അമൂലിനെ കുറിച്ചുള്ള വീഡിയോയിൽ ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ലിജത്, പപ്പട്, അമൂൽ തുടങ്ങിയ സഹകരണ സംഘങ്ങൾക്ക് ധാരാളം ക്രെഡിറ്റ് കൊടുക്കേണ്ട ആവശ്യകതയെക്കുറിച്ച്, വലിയ തോതിൽ തൊഴിലവസരങ്ങൾ അവർ നാട്ടിൽ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച്, അത് എത്രത്തോളം അവരെ സഹായിക്കുന്നു എന്നതിനെ കുറിച്ച് ചില നിഷ്കളങ്കർ വലിയ വലിയ കമ്പനികളെയൊക്കെ എപ്പോഴും ധാരാളം പ്രശംസിക്കാറുണ്ട്. അവർ സമ്പന്നരായ ശതകോടീശ്വരന്മാരെ എപ്പോഴും പ്രശംസിക്കുന്നു. ആരെങ്കിലും ലോകത്ത് ഏറ്റവും വലിയ ധനികനാകുമ്പോൾ ധാരാളം പുകഴ്ത്തുന്നു. എന്നാൽ വാസ്തവത്തിൽ ആരാണോ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുകയും രാജ്യത്തെ വളരാൻ സഹായിക്കുകയും ചെയ്യുന്നത്, അത് നമ്മുടെ സഹകരണ സ്ഥാപനങ്ങളും ചെറുകിട സൂക്ഷ്മ സംരംഭങ്ങളുമാണ്. ഓരോ കടയുടമയ്ക്കും ഒരു സ്റ്റാളെങ്കിലുമുള്ള ഒരു വ്യക്തിക്കും ഈ രാജ്യത്ത് നമ്മൾ അവർക്ക് വലിയ ക്രെഡിറ്റ് നൽകേണ്ടതാണ്. വികേന്ദ്രീകൃത സമ്പദ് വ്യവസ്ഥയും അവർ സൃഷ്ടിക്കുന്ന പ്രാദേശിക ഉൽപാദനവും വാസ്തവത്തിൽ തൊഴിലവസരങ്ങൾ തന്നെയാണ്. സബ്കാ സാത്ത്, സബ്കാ വികാസ്, വോക്കൽ ഫോർ ലോക്കൽ തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനകീയമാക്കിയത് നരേന്ദ്രമോദിയാണെന്ന് എനിക്കറിയാം. ഈ മുദ്രാവാക്യങ്ങളുടെ കാര്യം വരുമ്പോൾ ഞാൻ നരേന്ദ്രമോദിയുടെ ആരാധകനുമാണ്. ഒരേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഈ മുദ്രാവാക്യങ്ങൾ വിളിക്കാൻ മാത്രമേ അറിയുകയുള്ളൂ എന്നതാണ്. ഒന്നുകിൽ അദ്ദേഹം ഇതിന് നേർ വിപരീതമായിട്ട് പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടി ആ മുദ്രാവാക്യം പ്രാവർത്തികമാക്കാൻ വേണ്ടി അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല. തൊഴിലില്ലായ്മ പരിഹരിക്കാൻ സർക്കാർ എന്താണ് ചെയ്യേണ്ടത്? കുറച്ച് നിർദ്ദേശങ്ങൾ ധ്രുവ് മുന്നോട്ട് വെക്കുന്നു. ഒന്നാമതായി ഒഴിവുകൾ നികത്തണം. സർക്കാർ ജോലികൾ കുറവാണെങ്കിലും എവിടെയൊക്കെ ഒഴിവുകളുണ്ടോ അവിടെയെല്ലാം നികത്തണം. കേന്ദ്ര സർക്കാരിൽ 9.5 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങളുണ്ട്. വിവിധ സംസ്ഥാന സർക്കാരുകൾ 60 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്കൂളുകൾ, കോടതികൾ, പോലീസ്, മന്ത്രാലയങ്ങൾ എന്ന് വേണ്ട എല്ലായിടത്തും അത്യാവശ്യം തൊഴിലവസരങ്ങളുണ്ട്. രണ്ടാമത്തെ ചെയ്യേണ്ടത് വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ രാജ്യത്തെ സർക്കാർ സ്കൂളുകളും സർക്കാർ കോളേജുകളും സർക്കാർ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. രാജ്യത്തുടനീളം പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച് അതുവഴി കൂടുതൽ സീറ്റുകൾ ഉണ്ടാകണം. പലർക്കും എഞ്ചിനീയർമാരും ഡോക്ടർമാരുമാകാൻ ആഗ്രഹമുണ്ട്. കൂടാതെ നമ്മുടെ രാജ്യത്ത് എഞ്ചിനീയർമാരുടെയും ഡോക്ടർമാരുടെയും കുറവുകൾ നന്നായിട്ടുമുണ്ട്. എന്നാൽ ഇവ രണ്ടിനുമിടയിലുള്ള വിടവ് നികത്താൻ വേണ്ടി ആവശ്യത്തിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലില്ല.
മൂന്നാമതായി ചെയ്യേണ്ടത് സർക്കാർ വലിയ തോതിൽ നടപടിയെടുത്ത് സഹകരണ ചെറുകിട സൂക്ഷ്മ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ തുടങ്ങിയ നഗരങ്ങളിൽ നല്ല സമ്പദ് വ്യവസ്ഥയുണ്ട്. എന്നാൽ നമ്മൾ ഉൾപ്രദേശങ്ങളിലെ സാധാരണ ചെറിയ ജില്ലകളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ മധ്യപ്രദേശിലെ ഗ്വാളിയോർ അല്ലെങ്കിൽ ഹരിയാനയിലെ ജീന്ദ് ഈ സ്ഥലങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചാൽ ഇവിടെയൊക്കെ ആരാണ് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക? അതോ ഇവിടുത്തെ പാവപ്പെട്ടവർ കാത്തിരിക്കേണ്ടി വരുമോ ജീവിതകാലം മുഴുവൻ? ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു കോടീശ്വരൻ വന്ന് അവരുടെ ദയനീയ അവസ്ഥ കണ്ട് അവർക്ക് ജോലി നൽകാൻ വേണ്ടി ഫാക്ടറികൾ നിർമ്മിക്കുമെന്ന് ഈ മനുഷ്യർ കാത്തിരിക്കണോ? ഈ ചിന്താഗതിയാണ് നമ്മുടെ മാറേണ്ടത്. ഇവിടെയാണ് സർക്കാർ കൃത്യമായ ഇടപെടലുകൾ നടത്തേണ്ടത്. ഇപ്പോൾ സർക്കാർ വായ്പകൾ മാത്രമാണ് നൽകുന്നത് വായ്പകൾ. എന്നാൽ സർക്കാർ ഉൽപാദന മാർഗങ്ങൾ, സംഭരണ സ്ഥലം, വിപണന സംവിധാനങ്ങൾ എന്നിവ നൽകേണ്ടതുണ്ട്. 1929 അമേരിക്കയെ മഹാമാന്യം ബാധിച്ചപ്പോൾ, അല്ലെങ്കിൽ ചൈനയിൽ മാവോ സേ തൂങ് കൊണ്ടുവന്ന സ്തംഭനാവസ്ഥ ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ 1960കളിൽ സിംഗപ്പൂരിലെ ചേരി പോലുള്ള ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ, അവിടെയെല്ലാം സർക്കാരിന്റെ ഇടപെടലുകൾ മാത്രമാണ് ഇതെല്ലാം നേരെയാക്കാൻ വേണ്ടി നാടിനെ സഹായിച്ചത്. സർക്കാർ ഇടപെടലുകളാണ്. സർക്കാർ നടപടികളൊന്നും എടുക്കാതെ അതെല്ലാം മെച്ചപ്പെടുത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഇന്ത്യയിലും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. അദ്ദേഹം LICയും മറ്റു ബാങ്കുകളും ദേശസാൽക്കരിച്ചു. അത് നിരവധി പേർക്ക് തൊഴിൽ നേടിക്കൊടുത്തു. ധവള വിപ്ലവം വന്നതുകൊണ്ടാണ് പാൽ ഉൽപാദനം കുറവുള്ള ഇന്ത്യ ഏറ്റവും വലിയ പാൽ ഉൽപാദക രാജ്യമായി മാറിയത്. സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചത്. എന്തുകൊണ്ടാണ് ഹൈദരാബാദ് ഒരു IT ഹബ്ബായി മാറിയത്? കാരണം അവിടെ സർക്കാർ ഇടപെട്ടു. നാലാമത്തേതായി സർക്കാർ ചെയ്യേണ്ടത് തെരുവ് ഭക്ഷണം വിൽക്കുന്ന ആളുകൾക്ക് അവരുടേതായ പ്രാധാന്യമുണ്ട്, എഞ്ചിനീയർമാർക്ക് അവരുടേതും. എന്നാൽ പ്രധാനമന്ത്രി നിങ്ങളോട് തെരുവിൽ ഭക്ഷണം വിൽക്കാൻ പറയുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ എന്താണ് ചെയ്തത്? ഗ്യാസ് സിലിണ്ടറുകളുടെയും എണ്ണയുടെയും വില കുതിച്ചുയർന്നു. തൊഴിലിന്റെ പേരിൽ സർക്കാർ 2019 കോർപ്പറേറ്റ് നികുതി 30% നിന്ന് 22% കുറച്ചു. ഇക്കാരണത്താൽ ഒരു വർഷത്തിനുള്ളിൽ നമ്മുടെ രാജ്യത്തിന് 1 ലക്ഷം കോടി രൂപയിലധികം നഷ്ടം വന്നു. സർക്കാരിന് വലിയ ശതകോടീശ്വരന്മാരെ സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ സമയം കിട്ടുകയാണെങ്കിൽ ചെറിയ ബിസിനസ്സുകാരെയും ഒന്ന് തിരിഞ്ഞു നോക്കണം സാർ. രാജ്യത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകണമെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. ഇത്രയുമാണ് ധ്രുവറാത്തിയുടെ വീഡിയോ. നിങ്ങൾ പലരും ഹിന്ദി തന്നെ കണ്ടിട്ടുണ്ടാവും. മലയാളികൾക്ക് ഒരുപാട് പേർക്ക് ഹിന്ദി അറിയാം. പക്ഷെ എന്റെ സബ്സ്ക്രൈബേഴ്സിൽ കുറെ പേർക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. 9 ലക്ഷത്തിന്റെ 10 ലക്ഷം നന്ദി ഒരിക്കൽ കൂടി പറയുന്നു. ഈ സ്നേഹത്തിന് നന്ദി. വീഡിയോ കണ്ടു പോകുന്നതിന് മുമ്പ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു കുഞ്ഞ് ലൈക്ക്, ഒരു കുഞ്ഞ് കമന്റ് ഒക്കെ ചെയ്താൽ ഭയങ്കര സന്തോഷം. നിങ്ങളുടെ കമന്റുകൾ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്താൻ സഹായിക്കുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നത്. അടുത്ത വീഡിയോയുമായിട്ട് നാളെ കാണാം.